സ്കൂൾ തുറക്കുന്ന ദിവസം ഇന്ന് ഞാൻ ടീച്ചറാണ്. അവരെല്ലാം ഞെട്ടും. ഞാനൊരു പുതിയ ടീച്ചറാണ്. അപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആണോ അതോ സ്വീറ്റ് ആണോ എന്ന് അവർക്ക് അറിയാൻ കഴിയും. ഞാൻ എന്തായാലും ഇന്ന് വിളിക്കും. പുതിയ ടീച്ചർ എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. മക്കളെ, ഇവിടെ ആരും ഇല്ലേ? ഞാനാ നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ. ഇവിടെ ആരും ഇല്ലേന്ന്? മക്കളെ, അറ്റൻഡൻസ് എടുക്കണമെങ്കിൽ ഇവിടെ എല്ലാരും കാണാൻ ഞാൻ, അല്ലെങ്കിൽ അറ്റൻഡൻസും ഇല്ല. ടീച്ചറെ, ഇവിടുത്തെ മക്കളാണല്ലോ പറ്റുന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്നെക്കാട്ടി വളയതാണോ ഈ മക്കൾ? അങ്ങനൊന്നും ഉണ്ടാവില്ല. ആ, ഇവിടെ ആരായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങി? ഫസ്റ്റ് അല്ലേ? നമ്മൾ സീനിയേഴ്സ് ആണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഞങ്ങളല്ല ടീച്ചർ. ആരും അവിടെ പോണ്ട. അവിടെ തന്നെ ഇരുന്നാൽ മതി. ആ ടീച്ചർ എന്താ ഇപ്പൊ എടുക്കാൻ പോകുന്ന? ഇംഗ്ലീഷാ? ഇംഗ്ലീഷും മലയാളം. പോയി. ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷ് അതൊന്നല്ല. അതൊന്നല്ല ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അതാണ്. സ്വയം വായിക്കി. ആ ശ്വേത GST. ഇത് ടീച്ചർ, ഇത് പത്രല്ലേ? പത്രം നീ മലയാളത്തിൽ വായിച്ചാൽ മതി. പിടിച്ചു കയറി ചെന്നൈ മുംബൈയെ 8 വിക്കറ്റിൽ തോൽപ്പിച്ചു. ബാക്കി വായിക്കണോ? ഫിഫയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇറാൻ ഫുട്ബോൾ പ്രതിനിധികൾ. നോർത്ത് ഈസ്റ്റിന് ആവേശ വിജയം. ഇത്ര മതിയോ? ഇനിയും വെട്ടിക്കുറയ്ക്കാൻ വിമാന കമ്പനികൾ. അന്താരാഷ്ട്ര സർവീസുകൾ. ഏപ്രിലിൽ GST വരുമാനം ഉണ്ട്. മതി ടീച്ചറെ. ടീച്ചർ ശരിയില്ലേടി? ടീച്ചറെ, അപ്പൊ ഞാനാ ലീഡർ? എടി, ഞാൻ ലീഡറായി അല്ലണോ? എടി, പിന്നൊരു കാര്യമുണ്ട്. ഞാൻ ക്ലാസ്സിലുണ്ടല്ലേ, ലിപ്സ്റ്റിക് കൊണ്ടാണ്. ടീച്ചർ ഒന്നും അറിയില്ലടി. തടി എല്ലാ ടീച്ചറും ലിപ്സ്റ്റിക് കൊണ്ടാന്ന് ഇങ്ങനെയാണ് പെണങ്ങലി. ഞാനല്ലേ ടീച്ചറുടെ ലീഡർ. എന്നാ ടീച്ചർ പോയിച്ചോ. ലിപ്സ്റ്റിക് കിട്ടുമോ? ടീച്ചർ, ഇനി ഞാനൊന്നും ചെയ്യില്ല ടീച്ചറെ. ഇന്ന് ഞാൻ ശ്രമിക്കാം. ഹായ് മക്കളെ. അപ്പൊ എനിക്കൊരു കേസ് വന്നിട്ടുണ്ട്. കേസ് എന്ന് പറഞ്ഞാല് ഒരു നല്ല നിങ്ങൾ ഈ ഗ്യാങ് മൊത്തം അയ്യ കുട്ടിയെ കളിയാക്കുന്നു. എന്തു പറഞ്ഞിട്ട് ക്ലാസ്സിലെ ഒറ്റൊരു ക്രിസ്ത്യാനി കുട്ടി. എന്താണ് ക്രിസ്ത്യാനികൾക്ക് ഒരു വില കൊടുക്കാത്ത? എന്താ, ഞാനിപ്പോ ഒരു ക്രിസ്ത്യാനി അല്ലേ?
ഞാൻ നിങ്ങൾക്കും വില തരുന്നുണ്ടല്ലോ. അത് വേണ്ടട്ടോ. ഇവിടെ മതവും ജാതി എന്ന് പറഞ്ഞ ഇവിടെ അങ്ങനത്തെ അടിയേറ്റ് ഉണ്ടായാൽ കേട്ടോ. പിന്നെ അവൾ ഇങ്ങനെ കളിയാക്കുന്നത് മാത്രല്ല, അയ്യ പെണ്ണ് നിങ്ങളെ കളിയാക്കിയപ്പോ നിങ്ങൾ അവളെയും കളിയാക്കി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ആവർത്തിച്ച് വേറെ വേറെ പേരുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്? നിന്നോട് കൂടി നീ എന്തിനാണ് ആദ്യം പോയി അത് വിളിക്കാൻ പറഞ്ഞത്? നിങ്ങളിപ്പോ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എന്ന ക്ലാസ് ടീച്ചർ മാറിയിട്ട് പുതിയ ടീച്ചർ ബാക്ക് ടു സ്കൂളിൽ വരാൻ പോകുന്നുണ്ട്. ഇനി വരൂല മക്കളെ. ഞാൻ ഇവിടുന്ന് 4 വർഷം 5 വർഷം 10 വർഷം വരെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു കേട്ടോ. അധികം നിങ്ങൾ അങ്ങനെ സുഖത്തിന്റെ ചിന്ത സോറി, ഫസ്റ്റ് ദിവസം തന്നെ സ്വീറ്റ്സ് ഞാൻ അവിടെ വെച്ച് നിങ്ങൾ എത്രയെന്ന് വെച്ചെടുത്തു. പിന്നെ അതിന് മുമ്പേ നിങ്ങളുള്ളത് ഇപ്പോ എത്രാം ക്ലാസ്സിലാണ്? നിങ്ങൾ എത്രാം ക്ലാസ്സിലാ? 9ാം ക്ലാസ്സിലാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ എത്തിയാൽ നിങ്ങൾ ഒരു വലിയ കുട്ടികളെ നിങ്ങൾ എന്താ പറയാ, വലിയ കുട്ടികളെന്നുള്ള കളിയൊന്നും വേണ്ട. നിങ്ങൾ 9ലെത്തി, അതൊരു വലുതാണ്. എന്നാലും ഞാൻ ഈ +2 കഴിഞ്ഞെന്നുള്ള വിചാരമാണ് ഈ ഇടയ്ക്ക് ചില മക്കൾക്ക് ഉള്ളത്. അപ്പം അത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതാണ് വൈബ്രേഷൻ. ഹലോ, എന്താ? അയ്യോ മക്കൾ ഇന്ന് ഞാനൊരു പീരീഡ് എടുക്കുകയാണല്ലോ. ഒറ്റ മിനിറ്റ് കേട്ടോ. ശരി. ഒരു ടീച്ചർ ഇപ്പം എന്നോട് പറഞ്ഞു അവരെ വിടാൻ പായസം കുടിക്കാനായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ വിടാണ്. കുറച്ചും കൂടി കംപ്ലൈൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട് പാരൻസിൻ്റെ കയ്യിൽ നിന്ന്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ പൊക്കി പറഞ്ഞോളാം കേട്ടോ. എല്ലാവരും ലൈനായിട്ട് നിൽക്ക്. ലിപ്സ്റ്റിക് അല്ലായിരുന്നു. ലിപ്സ്റ്റിക് അല്ല സ്കൂൾ കൊണ്ട് ഇപ്പം വേഗം. ലൈനായിട്ട് നിന്ന് അവിടെയാണോ പായസം? നിങ്ങളെ ബാഗ് നിൽക്കുന്ന സ്ഥലത്താണോ നിങ്ങളെ പായസം? ഇവിടെ അല്ലേ പായസം? എന്താ മോളെ? അതിന്റെ ഇടക്കാട്ടി. ഹലോ, ടീച്ചറല്ലേ? മക്കള് വരുന്ന ടീച്ചറേ. അവിടെ